പണ്ടാണെങ്കിലേ ഇവിടെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഈ തവള കരയുന്ന കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്തോന്നറിയാവോ, ഈ എന്തോ മൈക്കിൽ കൂടെ കേൾക്കുവാന്ന്, ഭയങ്കര സൗണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് മൈക്കിൽ കൂടെ കുറേ ആൾക്കാർ ചേർന്ന് എന്തോ പ്രാർത്ഥിക്കുകയോ എന്തോ പള്ളിയിലോ അമ്പലത്തിലോ കണ്ട് എന്തോ ആണെന്ന്. പിന്നെ അറിഞ്ഞ ഈ തവള കരയുന്ന സൗണ്ടാണ് ഇത്രയെന്ന്. ഇട്ടോ അടേ, പണ്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അത് നമ്മുടെ പഴയ വീട്ടിൻ്റെ നമ്മളിപ്പോൾ താമസിച്ച വീട്ടിൻ്റെ അവിടെ ചേമ്പും പിന്നെ മുളയുമാണ്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ചാക്ക് നടത്തിയാണ്ട് സാധനം ഇരിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ ചിത്രപ്പണിയിലെ ബാലേന്ദ്രനും അണ്ണനും തൈല വിജയണ്ണനും സതീശൻ എല്ലാം കൂടെ മാക്കരയെ കൊണ്ട് കെട്ടി വെച്ചേക്കുക, കുളത്തിൽ പോയി പിടിച്ച് കറി വെക്കാൻ. എനിക്കറിഞ്ഞൂടല്ലോ. ഞാൻ നോക്കിയപ്പോൾ അയ്യോ കഷ്ടം, അവളുടെ കിടന്ന് കരയുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനെന്താണെന്ന് അറിയാം, ഞാൻ കെട്ടഴിച്ച് വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് മാറിയപ്പോണ്ട് ബാലേന്ദ്രൻ വന്ന് നോക്കിയപ്പോൾ ഇതെല്ലാം കൂടെ 4 സൈഡിലുമായിട്ട് ചാടി ചെതറി അങ്ങ് പോയി. അവസാനം പിന്നെ അവർ എന്തൊരു പണിയാടാ കാണിച്ചെന്ന് ചോദിച്ചിട്ട് എനിക്കറിയാമോ. പിന്നെ അവർ പോയി, പക്ഷേ 5-6 ചാടി പോയി. പിന്നെ ബാക്കി അത് ബാലേന്ദ്രനെ ഇന്നലെ വിളിച്ചപ്പോഴെടുത്ത് പറഞ്ഞു, നീ ഞങ്ങളുടെ മാഗ്രയെ അഴിച്ചു വിട്ടവനാണ്. എന്തിനാ ഇവരത് പിടിച്ചോണ്ടിരുന്നത്? കറി വെക്കാനായിട്ട്. അതിന് കറി വെക്കുവോ? അതൊക്കെ ചേട്ടൻ കൂട്ടുവോ? ഞാൻ കൂട്ടിയിട്ടുണ്ട്. ഏറ്റവും ഈ ലോകത്ത് ഏറ്റവും നല്ല മീറ്റ് അത്. എല്ലാരും അത് പറയാം, പട്ടിയിറച്ചി ഏറ്റവും നല്ലത്. അല്ല, ഈ തവളയുടെ 2 കാലും വെച്ചാൽ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ തവള ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഇപ്പോഴത് നിർത്തലാക്കിയില്ലേ. പിന്നെ ഏറ്റവും നല്ലത് അതായത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ മണം ദൂരം അടിക്കും. ഏതാണ്ട് കണ്ണിന്റെ ഏതാണ്ട് അസുഖത്തിന് തവളെ വറുത്ത് പൊരിച്ചു 2 കാലും എടുക്കും, വേറെ ഒന്നും എടുക്കത്തില്ല. ഈ കാലിന് വേണ്ടിയാണോ ഇങ്ങനെ? വലിയ കാലാ ശരിയല്ലേ കാണത്തുള്ളൂ കാല്? 2 കാലാകുമ്പോ ഇത്രയും കാണും. ഒരു കൊച്ചു കോഴിയുടെ കാലിന് അത്രയും കാണും, വലിയ മാക്രിയ തവളയാങ്കി. എന്നിട്ട് അതിനകത്ത് അതിന്റെ കാലിൽ ഒരു നീല. അപ്പൊ ആരാ ഇത് കറി വെക്കുന്നത്? അമ്മ വെച്ചു കൊടുക്കുവോ? അപ്പൊ അതിന് വെച്ചു കൊടുക്കും. അയ്യോ, അപ്പൊ അമ്മക്ക് അച്ഛനും കഴിക്കുന്നത്, അച്ഛനും കൊടുക്കുന്നുണ്ട്. അച്ഛനും കഴിക്കുവോ? അമ്മയും കഴിക്കും. ഇവര് മീൻകറി വെക്കുന്നവര് അമ്മ പ്രൊഫഷൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കാലിലൊരു നീല വരയുണ്ട്, ഒരു നൂല് വന്ന് അത് കയ്പാ. അതെടുത്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് കൊഞ്ചിന്റെ കൊഞ്ചിന്റെ മുഖത്തൊരു വര, ഒരു നരമ്പുണ്ടല്ലോ. ഇത് ഞങ്ങള് അല്ലെ, എന്നിട്ട് എനിക്കും തരും. എന്നിട്ട്